തൃശൂർ മുല്ലശ്ശേരിയിൽ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് അവയവ കച്ചവടം വ്യാപകമായി നടക്കുന്നു. പ്രദേശത്ത് വ്യാപകമായി അവയവ കച്ചവടം നടന്നുവെന്ന വെളിപ്പെടുത്തലുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് രംഗത്ത് വന്നത്. ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ലെന്നും CA ബാബു പറയുകയുണ്ടായി. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ അവയവ കച്ചവടം അതും ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് വ്യാപകമായി സ്ത്രീകളാണ് ഈ ഒരു അവയവ കച്ചവടം മാഫിയയുടെ വലയിൽപ്പെടുന്നത് എന്നുള്ള വിവരം, ഇതുമായി ബന്ധപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നാണ് ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള CA ബാബു പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതിയും നൽകിയിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 2 വാർഡുകളിൽ നിന്നായി 7 പേരാണ് അവയവ കച്ചവടത്തിന് ഇരയാക്കപ്പെട്ടത്. 5 പേരുടെ വൃക്കയും 2 പേരുടെ കരളുമാണ് വിൽപ്പന നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ കരൾ നൽകിയവർക്ക് 10 ലക്ഷം രൂപയും വൃക്ക നൽകിയവർക്ക് 5 ലക്ഷം രൂപയുമാണ് നൽകിയിട്ടുള്ളതെന്നും ഏജന്റുമാർ മുഖേന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ബന്ധപ്പെട്ട് സ്ത്രീകളുടെ അവയവമാണ് ഈ കച്ചവടം നടത്തി പോന്നിരുന്നത്. അവയവ കച്ചവടത്തെ സംബന്ധിച്ച പരാതി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നൽകിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അതിൽ കൃത്യമായിട്ടും അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ CA ബാബു വ്യക്തമാക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമയത്ത് താൻ അവയവദാനം ചെയ്തു എന്ന ഒരു വീട്ടമ്മയും ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടനിലക്കാരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള രേഖകൾ തയ്യാറാക്കുന്നത്. പ്രതിപകരമായി തനിക്ക് ലഭിച്ചത് വീടിന്റെ ആധാരമാണെന്നും ബന്ധുവിനാണ് ഈ അവയവം നൽകിയിട്ടുള്ളതെന്നും ഈ വീട്ടമ്മ പറയുന്നുണ്ട്. ഇതുകൂടാതെ തീരദേശ മേഖലയിലെ തന്നെ നിരവധി പേർ ഈ അവയവ കച്ചവടത്തിന് ഇരയായിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ പരാതി, ഇത് സംബന്ധിച്ച പരാതി CA ബാബു നൽകുന്നത്. അന്വേഷണം നടത്തിയ SHO ഈ ഗുരുവായൂർ ACPക്കാണ് ഈ റിപ്പോർട്ടുകൾ നൽകുന്നത്. തുടർന്ന് അവിടെ നിന്നുമാണ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് ഉൾപ്പെടെ ഈ റിപ്പോർട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ചോദ്യം ചെയ്തതിൽ നിന്നും, അതായത് ഈ അവയവദാനം നടത്തിയവരെ ചോദ്യം ചെയ്തതിൽ നിന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ്. ഇതിലൂടെ മറ്റ് അന്വേഷണ സംഘത്തെ ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേകം ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അന്വേഷണം എവിടെയും എത്തിയില്ല. ഇത് കാരണം ഈ കൂടുതൽ നടപടി, അതായത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഉൾപ്പെടെ സമീപിക്കുവാനുള്ള തീരുമാനത്തിലാണ് ഈ പരാതിക്കാരൻ. എന്തായാലും ഈ അവയവ കച്ചവടം വ്യാപകമായി തന്നെ സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നുവെന്നും ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി.